മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക, പ്രാഥമിക വൈദ്യസഹായം എത്തിക്കുക, അനുബന്ധ വകുപ്പുകളുമായി ചേർന്ന് താഴെത്തട്ടിലുള്ളവർക്ക് സേവനം ഉറപ്പാക്കുക, പകർച്ചവ്യാധി നിയന്ത്രണം, കൊതുക് നിവാരണം തുടങ്ങിയവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുക, നേതൃത്വം നൽകുക, പ്രാദേശിക ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മീഷനുമായി ചേർന്ന് പ്രവർത്തിക്കുക, ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക, ജീവിതശൈലി രോഗമുള്ളവരെ പരിചരിക്കുക, സാന്ത്വന മാനസികാരോഗ്യ പരിപാടികൾക്ക് നേതൃത്വം നൽകുക തുടങ്ങി 15ഓളം സേവനങ്ങളാണ് ഒരു ആശാ വർക്കർ ഒരു വാർഡിൽ ചെയ്യേണ്ടത്. ഒരു വാർഡിൽ ഒരു ആശാ വർക്കറാണുള്ളത്. ശമ്പളം 7000 ഉലുവ. 3 മാസമായിട്ട് ഈ 7000 രൂപ എന്ന് പറയുന്ന ശമ്പളം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. 7 ദിവസമായി ആശാ വർക്കർമാർ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരത്തിലാണ്. അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നൊരു പ്രസ്താവന ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വന്നതല്ലാതെ ഇതുവരെ ഈ സമരത്തോട് ആരും ഒന്നും മിണ്ടിയിട്ടില്ല. ഈ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന മഹാന്റെ ശമ്പളം 3.5 ലക്ഷം രൂപയാണ് കേട്ടോ. വേറൊരു സങ്കടകരമായ കാര്യം കൂടി ഇതിലുണ്ട്. സമരം കഴിഞ്ഞാലും തിരിച്ചു പോകാൻ ഈ പാവങ്ങളുടെ കയ്യിൽ വണ്ടിക്കൂലിയില്ല. ഈ പറഞ്ഞ ഇത്രയധികം ജോലികൾ ചെയ്യിപ്പിച്ചിട്ട് 7000 രൂപയാണ് ആകെ കൊടുക്കുന്നത്. അതുപോലും 3 മാസമായിട്ട് കൊടുത്തിട്ടില്ലെന്ന് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്?